ഉത്തര മലബാറിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമുള്ള തെയ്യമാണ് ഒറ്റക്കോലം. ഇത് തീച്ചാമുണ്ടി എന്ന പേരിലും അറിയപ്പെടുന്നു. ഒറ്റക്കോലം പ്രവേശിക്കുന്ന അഗ്നിയെ അല്ലെങ്കിൽ കനൽ കൂമ്പാരത്തെയാണ് മേലേരി എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കലോ 10, 25, 30 വർഷം കൂടുമ്പോഴോ ഒറ്റക്കോലം തെയ്യം കളിയാട്ടം നടക്കുന്നു. കളിയാട്ടം നടക്കുന്ന ഗ്രാമത്തിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളോടെ മരം ശേഖരിച്ച് മിക്കവാറും തീയ സമുദായത്തിൽപ്പെട്ടവരാണ് മേലേരി നിർമ്മിക്കുന്നത്. ഒറ്റക്കോലം തെയ്യം കെട്ടി 101 തവണ മേലേരിയിൽ വീഴുന്ന മലയ സമുദായത്തിൽപ്പെട്ട കോലക്കാരന് പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിക്കുന്ന സമ്പ്രദായം ഇപ്പോഴുമുണ്ട്. ഒറ്റക്കോലം, വലിയ മുടി പോലുള്ള തെയ്യങ്ങൾ കെട്ടുന്ന കോലക്കാർ കടുത്ത രോഗം ബാധിച്ച് വളരെ നേരത്തെ തന്നെ തെയ്യത്തിൽ നിന്ന് പിൻവാങ്ങി മരണത്തിന് കീഴടങ്ങുന്ന ദാരുണമായ അവസ്ഥയിലാണ് ഇന്ന് കളിയാട്ടങ്ങൾ നടക്കുന്നത്. കളിയാട്ടത്തിൽ നിന്നും പിൻവാങ്ങുന്ന കോലക്കാരന് യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല. പണ്ട് കെട്ടിയാടുന്നതിൽ ഇരട്ടിയിലധികം ഒറ്റക്കോലം ഇന്ന് നടക്കുന്നുണ്ട്. അടയാളം കൊടുക്കൽ, മേലേരി നിർമ്മാണം, തിടങ്ങൽ, തോറ്റം, മേലേരി കയ്യേൽക്കൽ, ദേശത്തിൻ്റെ അതിർത്തിയിൽ പോയി മാരിമാറ്റൽ, പെരും കൊല്ലൻ വന്ന് മേലേരി കെടുക്കൽ എന്നീ വ്യത്യസ്തങ്ങളായ സങ്കീർണമായ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഒരൊറ്റക്കോലം തെയ്യം പൂർണ്ണമാകുന്നത്. ഒലികാവോ ഒലികാവോ ഒലികാജേ எனவே പന്തൽ പോ ഒലികാപടി വാതിൽ പോ ഒലികാ ഒലികാപടി വാതിൽ പോ ഒലികാ പതിനാറ അഴകുള്ള ആ കാപന്തൽ ഒലികാ അമൂപ്പത്തി ഉദയമാ അരന്നട്ട കാലമേ മൂന്നേമാ അരമൂണ്ടതിൽ വേറെ മൂളപ്പാ ഒലികാവോ ഒലികാവോ ഒലികാജേ எனவே പന്തൽ പോ ഒലികാപടി വാതിൽ പോ ഒലികാ ത്തിൽ അനിമാരമേ ഉത്തോ ആമാരമേ ഉത്തോ
ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും പള്ളിയറകളിലും മാടങ്ങളിലും വീടുകളിലും തറവാടുകളിലും പാരമ്പര്യ പൂർവിക കർമ്മത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാന കർമ്മകലയാണ് തെയ്യം. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേത്ര അവതരണ അവകാശമാണ് ഈ തെയ്യം എന്ന് നമുക്ക് പറയാം. മലയൻ, വണ്ണാൻ, വേലൻ, കോപ്പാളൻ, ചിങ്കത്താൻ, അഞ്ഞൂറ്റാൻ, മുന്നൂറ്റാൻ അങ്ങനെയുള്ള വിഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് തെയ്യം കെട്ടി വരുന്നത്. ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് കല്യാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുളിയനാണ് ആദ്യമായിട്ട് കെട്ടിയത് ഒരു വീട്ടിൽ. അതിനുശേഷം ഞാൻ വിഷ്ണുമൂർത്തി മാടമ്പ് തറവാട് കൊയങ്കര മാടമ്പിൽ വീട്ടിൽ വിഷ്ണുമൂർത്തി കെട്ടി തെയ്യം കെട്ടാൻ തുടങ്ങിയാണ്. ഇപ്പോൾ 27 കൊല്ലത്തോളമായി തെയ്യം കെട്ടുന്നു. 10ലധികം ഒറ്റക്കോലം ഞാൻ കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒറ്റക്കോലം ഞാൻ കെട്ടിയത് 16ാമത്തെ വയസ്സിൽ ചെങ്ങൽ ശ്രീ വൈകുണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റക്കോലം കെട്ടിയത്. അവിടെ ഒരു 115ലധികം പ്രാവശ്യം അന്നേരം വീണിട്ടുണ്ടായിരുന്നു. തെക്കൻ സമ്പ്രദായത്തിലെ രീതിയിലായ ഒറ്റക്കോലായതുകൊണ്ട് അവിടെ 101 കൈ വീണാൽ മാത്രമേ വിലക്കുന്ന സംവിധാനമുള്ളൂ. അതുകൊണ്ട് 115ഓളം കൈ അവിടെ 14 വയസ്സിൽ കെട്ടിയിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഉദനൂർ കോവിലകത്ത് നിന്ന് കുറുവാപ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് ആണ് പട്ടുംപാളിയിൽ നിന്ന് തന്നെ പണിക്കർ സ്ഥാനം നൽകി അംഗീകരിച്ചതും ആദരിച്ചതും. നമ്മളെ തെയ്യത്തിൻ്റെ കുലപതി അല്ലെങ്കിൽ അതിൻ്റെ ആചാര്യൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾ എല്ലാം പറയാൻ പറ്റുന്ന ഒരു ആളാണ് മണക്കാടൻ ഗുരുക്കൾ. മണക്കാടൻ ഗുരുക്കൾ വീരകോലത്തിൻ്റെ രാജസന്നിധിയിൽ വാണവളവട്ടണത്ത് വീരകോലത്തിരി എന്ന് പറയുന്ന വീരകോനാതിരി എന്ന് പറയുന്ന ചരിത്രത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന കോനാതിരി രാജവംശത്തിൻ്റെ രാജവംശ പരമ്പര നമ്മളെ ഈ വാണവളവട്ടണത്ത് ഉണ്ടായിരുന്നു. അവിടെ ഇന്ദ്രജാല വിദ്യ ഒക്കെ പഠിച്ച മഹേന്ദ്രജാലം ഇന്ദ്രജാല വിദ്യ ഒക്കെ പഠിച്ച ഈ മണക്കാടൻ ഗുരുക്കൾ വളരെ തൻ്റെ ശരീരത്തിലേക്കും തൻ്റെ മനസ്സിലേക്കും തെയ്യങ്ങളൊക്കെ പഠിച്ച് മന്ത്രതന്ത്രങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇന്ദ്രജാല വിദ്യ കൊണ്ട് ഒരുപാട് കഴിവുകൾ നേടി ആര്യക്കെട്ട്, അറബിക്കെട്ട്, അനന്തക്കെട്ട്, മലയൻകെട്ട് ഇങ്ങനെ 4 കെട്ടുകളിൽ നിന്നുമുള്ള വിവിധ തെയ്യക്കോലങ്ങളെ തൻ്റെ സിദ്ധി കൊണ്ട് അവിടെ വീരകോനാതിരിൻ്റെ രാജധാനി പോയി 35 കുറ്റി പരിദേവതമാരെ ഒന്നുകുറെ 40 തെയ്യങ്ങൾ അവിടെ ഇന്ദ്രജാല വിദ്യ കൊണ്ട് ഉടുമുണ്ടും മേൽമുണ്ടും അതേ മുണ്ടുകൊണ്ട് അവിടുന്ന് കോനാതിരി ഇയാൾക്ക് കൊടുത്ത ഉടുമുണ്ടും മേൽമുണ്ടും കൊണ്ടാണ് 35 കുറ്റി പരിദേവതമാരെ ഇയാൾ ഇന്ദ്രജാലത്തിലൂടെ അവിടെ രാജസന്നിധിയിൽ കാണിച്ചത്. അങ്ങനെയാണ് 35 ചിത്രപീഠങ്ങൾ ഉണ്ടായതെന്നും ആ ചിത്രപീഠങ്ങളിലാണ് ഓരോ തെയ്യം ഇരിക്കുന്ന പീഠങ്ങൾ അതിൽ ഓരോന്ന് കൽപ്പിച്ചുവെന്നും ഒക്കെ നമുക്ക് പുരാണത്തിലും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് പഴമയായിട്ട് നമുക്ക് പാരമ്പര്യമായി ഈ കർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് തെയ്യം ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പതിനൊന്നോളം സ്വരൂപങ്ങളെയാണ് നമ്മൾ ഈ തെയ്യത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ കുറുമ്പനാട്ട് സ്വരൂപം, കോലസ്വരൂപം, കടത്തനാട്ട് സ്വരൂപം, അള്ളട സ്വരൂപം, കോട്ടയം സ്വരൂപം, ചുഴലി സ്വരൂപം, കുമ്പള സ്വരൂപം, നേരിയോട്ട് സ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം, തെക്കം കുറ്റി, വടക്കം കുറ്റി. അതിൽ പ്രാധാന്യപ്പെട്ട ഒരു സ്വരൂപമാണ് നമ്മൾ ഈ അള്ളട സ്വരൂപം. ഈ അള്ളട സ്വരൂപത്തിലാണ് നമ്മൾ ഈ മടിയൻകൂലും അതുപോലെ നമ്മളെ ഉദുനുക്കൂലും നിലകൊള്ളുന്നു. അപ്പോൾ ഒറ്റക്കോലം ഒരു സ്ഥലത്ത് ഇങ്ങനെ
കുറച്ച് കൊല്ലം കൂടി കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ അടയാളം കൊടുക്കുന്നൊരു ദിവസമാണ് പിന്നെ തീരുമാനിക്കൽ. ഇത്രാം തീയതി പിന്നെ ഇവിടുത്തെ കളിയാട്ടം നമുക്ക് ഭംഗിയായിട്ട് നിങ്ങൾ നിറവേറ്റി തരണമെന്ന് പറഞ്ഞിട്ട് ഈ വെറ്റിലടക്കി അതിൽ പൈസ വെച്ചിട്ട് നമുക്ക് തരും. ഒറ്റക്കോലത്തിൻ്റെ കോലക്കാരൻ ഒറ്റക്കോലം അടയാളം വാങ്ങിക്കുന്നത് മുതൽ അന്ന് മുതൽ വ്രതത്തിൽ നിന്നിട്ട് 21, 11, 9 ദിവസങ്ങൾ ജലസമയത്ത് വ്രതത്തിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പി നമ്മൾ തെയ്യത്തിന് കെട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയുടെ അതുപോലെ തലയുടെ ചൂട്, ഇപ്പോൾ ചെവിയിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തണുപ്പും ചൂടെല്ലാം നമ്മൾ തലയിലേക്ക് കേൾക്കുന്ന നമുക്ക് പറഞ്ഞു തരുന്നത്. കമ്പി അതിൻ്റെ ആ തെയ്യത്തിൻ്റെ രൂപകൽപ്പനയിൽ ആചാര്യന്മാർ മുമ്പേ പറഞ്ഞു വെച്ചൊരു രൂപമുണ്ട്. ആ തെയ്യത്തിൻ്റെ ഒറ്റക്കോലത്തിൻ്റെ തലയിൽ കഴുത്ത് വരെ അതെല്ലാം ആഭരണം വരാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു പിന്നെ ആഭരണമാണ് ഈ കമ്പി എന്ന് പറയുന്നത്. അത് ചെക്കിപ്പൂ എന്ന് പറഞ്ഞാൽ മറ്റു തോട്ടച്ചക്കിയോ അതുപോലുള്ള ചെക്കികളൊന്നും ഈ കമ്പി കെട്ടാൻ ഉപയോഗിക്കില്ല. അത് പാറയിൽ വളരുന്ന ചെക്കി, ശരിക്കുള്ള ചെക്കി മാത്രമേ അതിന് മരുന്ന് രൂപത്തിൽ ആ ചെക്കി മാത്രമേ അത് കെട്ടാൻ ഈ കമ്പി കെട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റക്കോലം കെട്ടുന്ന ആൾ ഉപയോഗിക്കും. ഒരു കാറ്റിൻ്റെ പിന്നെ ഗതി പോലും ഒരു തെയ്യക്കാരൻ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് ഈ ചൂടിൻ്റെ ഗതി നമ്മളെ പഴമക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂട് ഏറ്റവും കൂടുതൽ അടിക്കുന്ന പിന്നെ നമ്മളെ പിന്നെ ഇന്ദ്രിയങ്ങളിലൊരു പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് നമ്മൾ ചെവി. അപ്പോൾ ചെവീൻ്റെ ഭാഗത്തു കൂടി ആയിട്ടാണ് കമ്പി ഇങ്ങനെ ചെവീനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ അതിനെ മറിച്ചു കൊണ്ടാണ് ഇങ്ങനെ വരൽ. അപ്പോൾ അതിൽ നിന്ന് ചൂടിൽ നിന്ന് നമുക്കൊരു അല്പം ഒരു തണുപ്പ് കിട്ടേണ്ട ഒരു ആശ്വാസം മാത്രമാണ് നമ്മളെ മനസ്സിലൊരു തോന്നലുണ്ടാക്കാൻ. നല്ല തണുപ്പുണ്ട് നമ്മളെ ഈ ചെവി മുഖത്തിൻ്റെ ഭാഗത്ത് എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ കമ്പി ഉപകരിക്കുന്നല്ലാതെ മുഖത്തിന് യാതൊരു രക്ഷയും ഇല്ല. മുഖം ഒരു മാറിപ്പോയാൽ എന്തായാലും തെയ്യക്കാരൻ ആ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മുഖം എന്തായാലും പൊള്ളും. അതിലൊന്നും ഒരുപാട് പൊള്ളിയ അനുഭവങ്ങൾ നെറ്റിക്കും മൂക്കിനും വായിലും ചുണ്ടിലും കണ്ണിലും തലക്കൊക്കെ പൊള്ളിയ അനുഭവം ഒരുപാട് നമുക്കുണ്ട്. അതുപോലെ തന്നെ തലയിൽ വരുന്ന ആഭരണത്തിൻ്റെ ആണ് പിന്നെ നമ്മൾ അവിടുന്ന് പണിയെടുക്കുന്നത്, വീട്ടിൽ നിന്ന് ചെയ്യുന്ന പണി. ആ പീലി, ചെറിയ പീലി എന്ന് പറയുന്നതിൻ്റെ മുകളിലായിട്ടൊരു ചെക്കിപ്പൂവിൻ്റെ ചെറിയൊരു തണ്ട അവിടെ കെട്ടും. ആ ചെറിയ പീലി എന്ന് പറയുന്ന സാധനം പിന്നെ തുന്നിക്കെട്ടുന്നത് നമ്മളെ സൂചി നൂലോ അല്ലെങ്കിൽ ഈർക്കിലോ എടുത്തിട്ടാണ് നമ്മൾ ആ തെയ്യത്തിന് കുത്തിക്കെട്ടൽ എന്നാണ് പറഞ്ഞത്. ആ കുത്തിക്കെട്ടൽ നടത്തുന്നത് ഈ ചെറിയ പീലി ഈ തലമല്ലിക എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ്. ആ തലമല്ലിക ഓല കൊണ്ട് തുന്നിയിട്ടാണ് ഉണ്ടാക്കുന്നത്. 300-ഓളം ഓല ഏകദേശം അത് തുന്നാൻ വേണ്ടി വരും. അത് കണ്ടാൽ ചെറിയൊരു സാധനം, ഒരു വിഷരീരത്തിലുള്ള സാധനം ഉണ്ടാവില്ലേ. പക്ഷെ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഓല ഒരു 300-ഓളം ഓല ചില സമയത്ത് ആ പിന്നെ തലമല്ലിക എന്ന് പറയുന്ന ഈ ഒറ്റക്കോലത്തിൻ്റെ ആഭരണത്തിൽ ഉണ്ടാവും. ഒറ്റക്കോലം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രം ആ പരിസരത്തുകൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തെ തെയ്യം കെട്ടാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പരിസരത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നമ്മൾ ആദ്യം പോയി തോവും. അത് ചെയ്തുകൊണ്ട് ആ ഒറ്റക്കോലമുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഏത് എടുത്തൂട്ടി കഴിക്കുന്ന ഒറ്റക്കോലം എന്ന് അതിന് പറഞ്ഞില്ല. എല്ലാ നാട്ടുകാരെല്ലാം കൂടി നാട്ടിലെല്ലാം പോയി മരം ശേഖരിച്ച് കൊണ്ടുവന്ന് എടുത്തൂട്ടി കഴിക്കുന്ന ഒറ്റക്കോലം ഒരുപാട് വർഷം ചെന്നതിന് ശേഷം, ഒരു 10-15 വർഷം ചെന്നതിന് ശേഷം ഒറ്റക്കോലം, 25 വർഷം ചെന്നതിന് ശേഷം ഒറ്റക്കോലം, 29 വർഷം ചെന്നതിന് ശേഷം, 27, അങ്ങനെ പല വർഷങ്ങളിന് ശേഷം ഒറ്റക്കോലം നടത്തുന്നുണ്ട്, 3 വർഷത്തിലൊരിക്കൽ. അപ്പോൾ ഇതിനൊക്കെ ചില നാട്ടിൽ നിന്നായിരിക്കും വിറക് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അണിയറിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അണിയറിൽ വേണ്ട സൗകര്യം ഓലക്കിറ്റാണ് നമുക്ക് സാധാരണ ഇരിക്കാൻ തരുന്നത്. എത്ര നമ്മൾ പരിഷ്കരിച്ച സമൂഹമായാലും നമുക്ക് അവിടെ കസേരയോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊന്നും ചെയ്യില്ല. പണ്ടേ പാരമ്പര്യമായിട്ട് നമ്മൾ അച്ചാച്ചന്മാർക്ക് കൊടുത്ത പോലെ ഓലക്കീറ്റിലെ സൗകര്യം നമുക്ക് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അവിടെ നമുക്ക് ആവശ്യമില്ല തിരിയോല ക്ഷേത്ര സ്ഥാനികന്മാരവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. അതിന് ഈ തെയ്യത്തിന് വേണ്ട വായപ്പോള നമുക്കവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് ആദ്യം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ആചാരപൂർവ്വം നമ്മളൊരു വെറ്റിലടക്ക വാങ്ങുന്നു. പഞ്ചാഗ്നിനെ പറ്റി പിന്നെ
പറയുന്നതാണ് മേലേരിൻ്റെ ചരിത്രത്തിൽ. പഞ്ചാഗ്നിയിൽ പെടുന്ന ഒരു അഗ്നിയാണ് ഗാർഹപത്യാഗ്നി, പിന്നെ ദക്ഷിണം, ആഹവര്യം, ആഹസത്യം, സഭ്യം, അങ്ങനെ 5 അഗ്നികൾ ഈ അഗ്നിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നിയാണ് ഈ പൊട്ടൻ തെയ്യം, ഒറ്റക്കോലം, അതുപോലെ തീക്കോലങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നി. ആ അഗ്നി സാധാരണ കൂട്ടുന്നത് വടക്ക് ഭാഗത്താണ്. ഇപ്പോൾ പിന്നെ മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഇടുവിലെ ക്ഷേത്രമാണ് അഴിവാതുക്കൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം. ഏറ്റവും വലിയ ഇടു ഇപ്പം ഇന്ന് ആടിയായില്ല. ഇടു എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഒറ്റക്കോലത്തിൻ്റെ ചരിത്രത്തിൽ, ഇതിൻ്റെ അനുഷ്ഠാന കഥയിൽ ഒരുപാട് കഥകൾ ഒറ്റക്കോലത്തിനെ പറ്റി പറയുന്നുണ്ട്. അത് ഈ ബാണാസുരൻ്റെ കോട്ടയാണ് ഇടു എന്ന് പറയുന്ന ഒരു ചരിത്രം അതിലുണ്ട്. ഒരു പരിസര പ്രദേശത്തേക്ക് ഈ തീരെ ചൂട് ഏൽക്കാതിരിക്കാനും മുൻകാലത്ത് പണ്ടത്തെ അവർ കണ്ടിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഈ മേലേരി കൂട്ടുന്നവരെയാണ് കൊള്ളി കൂട്ടുന്നവരെന്ന് പറയല്. അവരെ കൊള്ളിക്കാരെന്ന്, ചില സ്ഥലത്ത് കൊള്ളിക്കാരെന്നല്ല പറയല്. അപ്പോൾ ഈ കൊള്ളി കൂട്ടുന്നവർ ഇതേപോലെ തന്നെ അവരും ഇതുപോലെ അവരൊരു പിന്നെ വ്രതം ആയിട്ട് അന്ന് രാവിലെ ഈ കൂലോത്ത് വന്ന് കുളിച്ച് ക്ഷേത്രക്കുളത്ത് നിന്ന് കുളിച്ച് തോതിട്ട് അവരും ഇതേപോലെ വ്രതത്തിലാണ്. അന്ന് യാതൊരു ആഹാരങ്ങളും അവർ കഴിക്കില്ല. അന്ന് ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയ ആഹാരമായിരിക്കും അവർ ചില സമയത്ത് കഴിക്കൽ. വീട്ടിലൊന്നും പോയിട്ടൊന്നും പിന്നെ ആഹാരം കഴിക്കാനുള്ള അനുവാദമൊന്നും അവർക്കില്ല. അവരന്ന് ഇരുന്ന് കുളിച്ച് പോയ ഉടനെ മേലേരീൻ്റെ തറി ഉണ്ടാക്കലും മേലേരീൻ്റെ കൊള്ളി അടുപ്പിച്ച് വെക്കലും അതായത് കൂട്ടുന്നതുമായിട്ടുള്ള പിന്നെ പ്രവൃത്തിയിൽ തന്നെ അവരെ മുഴുവൻ ശ്രദ്ധയാണ് ഉണ്ടാവൽ. ഈ മേലേരിയുടെ കൊള്ളി നാളുമരം മുറിക്കൽ എന്നൊരു ചടങ്ങ് ഇതിനുണ്ടാവും. അതൊരു പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയിട്ട് നാളുമരം മുറിക്കേണ്ട ഒരു മുഹൂർത്തം കുറിച്ച് വന്നിട്ട് ആ നാളുമരം മുറിക്കുന്ന പിന്നെ ചടങ്ങ് എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് അതിന് പാരമ്പര്യമായിട്ട് നിശ്ചയിച്ച വീട്ടിൽ നിന്ന് മാത്രമേ ഇന്നും ആ നാളുമരം മുറിച്ചോളൂ. ഏറ്റവും കൂടുതൽ മേലേരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ പുളിയും ചെമ്പകവുമാണ്. പുളി, ചെമ്പകം, പ്ലാവ്. മിക്കവാറും തെയ്യങ്ങളിൽ വളരെയധികം പിന്നെ ബന്ധുവിലെ മരം ഇതന്നെ. അറുപെരുമാനന്തിരോർ ചതുർപേരിയാലോകരും നൂറ്റുകുളിച്ചൻപിനോടെ മാറ്റുമൂടുത്താതരാൽ നാലുകരമേലുള്ള കരുമാനജാതികൾ നൂറ്റുകുളിച്ചൻപിനോടെ മാറ്റുമൂടുത്താതരാൽ അറുപെരുമാനന്തിരോർ ചതുർപേരിയാലോകരും നൂറ്റുകുളിച്ചൻപിനോടെ മാറ്റുമൂടുത്താതരാൽ ഒലികളണി മണിയിണാചി ലംബോലീനാദവും നലമോടുമൈ തണ്ടമേൽ. ക്ഷേത്രത്തിൽ നമ്മ ഒറ്റക്കോലുള്ള സ്ഥലത്തെത്തി നമ്മൾ തടങ്ങാനാവുന്ന സമയത്ത് ക്ഷേത്രക്കാർ നമ്മളോട് വന്നിട്ട് പറയും, പണിക്കറെ അല്ലെങ്കിൽ പെരുവണ്ണാനെ അല്ലെങ്കിൽ കർണോർത്തി അല്ലെങ്കിൽ ആരോങ്ങൽ ആരായാലും ഏത് ആചാരസ്ഥാനത്തില്ലവരെ വിളിച്ചിട്ട് പറയും തടങ്ങാനായി എന്ന് പറയും. നോറ്റിരിക്കുന്ന ആൾ അകത്ത് മുതിർച്ചയെല്ലാം കഴിച്ച് അതിൽ നിന്ന് 5 പേറ്റില 5 വാർ പടക്ക, അതിൽ 5 തിരി, അതിൽ കുറച്ച് മഞ്ഞക്കുറി ഉണങ്ങലിലായിട്ടുള്ള ഒരു കൊടിയില കത്തിച്ച് ഈ കത്തിച്ച കൊടിയില നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ പള്ളിയറൻ്റെ വിളക്കിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്ഷേത്രത്തിലെ ശക്തീന ആ നോറ്റിരിക്കുന്ന ആൾ ആ കൊടിയിലയിൽ ആവാഹിച്ച് നമ്മളെ തെയ്യക്കാരിലേക്ക് ആ ശക്തീന ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് തടങ്ങൽ എന്നുള്ള ചടങ്ങിലൂടെ ക്ഷേത്ര ചടങ്ങിൽ നമ്മൾ നടത്തി വരുന്നത്.
തടങ്കലിലൂടെയാണ് ആദ്യമായിട്ട് ഈ തെയ്യക്കാരിലേക്ക് ആ ചൈതന്യം അല്ലെങ്കിൽ ആ ശക്തി ഇവരെ തോറ്റം പാട്ടിലും അതിൻ്റെ ചരിത്രത്തിലൂടെയും ആ തെയ്യക്കാരനിലേക്ക് ആദ്യമായിട്ട് ആവാഹിക്കുന്ന ചടങ്ങാണ് തടങ്കലി എന്ന് പറയുന്ന ചടങ്ങ്. പാലാഴി സ്ഥലമുറ്റുവാണ ഭഗവാൻ ശ്രീ വിഷ്ണുമൂർത്തി ഹരിമ അത്യന്തം ദുഷ്ടനാകും മനുജവരുടെ മാരണം തച്ചുകീറി കുത്തിച്ചാടുന്ന ചോരപ്പുഴ അതിൽ മുഴുകി നിന്നാർത്തിരുന്നോർമൂർത്തെ നിത്യമ്മേ ചിത്രങ്ങേ പരിചയോട് ഭവാൻ നൃത്തമാടിയിടവേണം ഓരോ തെയ്യത്തിനും അതിൻ്റെ തരത്തിൽപ്പെട്ട വെളിച്ചപ്പാടന്മാരാണ്. വെളിച്ചപ്പാടന്മാർ ഇന്ന തറവാട്ടിൽപ്പെട്ട ഇന്ന് വെളിച്ചപ്പാടായിക്കൂടൂ എന്നുള്ള നിബന്ധന മുൻകാലത്തെ ഉണ്ട്. അതുകൂടാതെ ചില വെളിച്ചപ്പാടന്മാർ അതിന് നിബന്ധനയില്ല. അവരെ ബാല്യക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കും ആവാം. സാധാരണ ഈ വെളിച്ചപ്പാട് ഉണ്ടാകൽ എന്ന് പറഞ്ഞാൽ അവർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അവകാശികളായിരിക്കും. അപ്പോൾ അയാൾ ഈ കാര്യങ്ങൾ വളരെ ചിട്ടയോടെ ചെയ്യുന്ന സമയത്ത് ഏത് ദേവിയാണോ ദേവനാണോ അയാൾക്ക് വെളിപാട് കൊടുക്കേണ്ടത് ആ വെളിപാട് അയാൾക്കുണ്ടാവും. അയാൾ സ്ഥലമോ കാലമോ ഒന്നും നോക്കാതെ, സമയമോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ഒന്നും നോക്കാതെ അയാൾക്ക് ഈ ദൈവത്തിൻ്റെ അരുളപ്പാട് അയാൾക്ക് ഉണ്ടാവുകയും അയാൾ വെളിച്ചപ്പാടിലൂടെ ഇളകി ആടി പരിസരം ഒന്നും ഒരു വസ്ത്രം വരെ നോക്കാതെ അയാൾ ചില സമയത്ത് പാഞ്ഞ് ദേവീ ദർശനം പല സ്ഥലത്ത് നമ്മളെ പ്രദേശത്തിലെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വെളിപാട് അയാൾ കൊടുക്കും. അപ്പോൾ തടങ്കൽ കഴിഞ്ഞ ഉടനെ തന്നെ തെയ്യക്കാരൻ അണിയറിയിൽ വന്ന് അടുത്ത ക്ഷേത്രത്തിൽ വീണ്ടും ഈ മുതിർച്ച മാറ്റി ആ കർമ്മം നടത്തിയതിന് ശേഷം നമ്മളോട് പറയും പണിക്കര ഏതാ ഒറ്റക്കോലത്തിൻ്റെ തോറ്റത്തിന് ചുറ്റാനായി എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ തോറ്റത്തിൻ്റെ ഉടുത്തുകെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നീങ്ങൽ. അപ്പോൾ അണിയറിന്ന് നമ്മൾ ഈ ഉടുത്തുകെട്ട് കഞ്ഞിമുക്കിയ പടയെല്ലാം ഞെറിഞ്ഞ് ഉടുത്ത് അത് നമ്മളെ ഈ തോറ്റത്തിൻ്റെ ആ ഒരു കഥകളിനെ പോലെ ഒരു പൊന്തം കിട്ടാൻ വേണ്ടി അതെല്ലാക്കി നമ്മളതിൻ്റെ പകുതി വരെയിലെ ആഭരണം അണിയറിന്ന് കെട്ടി അണിയറിന്ന് എല്ലാവരും വന്നിച്ച് തോറ്റം ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞിട്ട് പള്ളിയറൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പതിയോ പള്ളിയറോ എന്തായാലും അവിടെ തൊഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ തിരിഞ്ഞ് മേലേരിയുടെ തോറ്റം പോകുന്നത്.
ഈ അഗ്നി എന്ന് പറഞ്ഞാൽ പിന്നെ അശുദ്ധം ഭക്ഷ്യാമി, അഗ്നിക്ക് സാധാരണ കൊടുക്കുന്ന ഒരു ശാപമോക്ഷം വിഷ്ണു കൊടുത്തത് അങ്ങനെയാണല്ലോ, അശുദ്ധം ഭക്ഷ്യാമി എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അഗ്നി പിന്നെ ഹിരണ്യകശിപ് വരം ബ്രഹ്മാവോട് വാങ്ങിക്കുന്നുണ്ട്, ഏടി മെനക്ക് ഒളിച്ചുകൂടാനുള്ളൊരു സൗകര്യം, എന്നെ ഒരു സ്ഥലത്തുനിന്നും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു പിന്നെ വരാന്ന് ബ്രഹ്മാവെന്ന് ഇയാൾ വാങ്ങുന്നത്. അങ്ങനെ ഇയാൾ എന്താ ഈ ഹിരണ്യകശിപ് എന്ത് ചെയ്യുന്നത്, ഒരു മായാ അഗ്നിയിലുള്ള കൂടുകയെന്ന്. ആ മായാ അഗ്നിയാണ് ഈ തോറ്റം പായുന്ന അഗ്നി എന്നുള്ളതാണ് നമുക്ക് പുരാവൃത്ത കഥയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അഗ്നീൻ്റെ ഉള്ളിലാണ് ഹിരണ്യകശിപ് എന്ന് പറയുന്ന ദുഷ്ടരാക്ഷസനുള്ളത്. അപ്പോൾ തോറ്റം ഉറഞ്ഞപാട് നേരെ ആ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി തോറ്റം അഗ്നിക്ക് ചുറ്റും പാഞ്ഞ് ചാടിക്കറിയിൽ നിന്ന് പിടിക്കാൻ നോക്കി. ചാടിക്കയറുന്ന സമയത്ത് ഇവർ തടുത്തു, പിടിക്കാൻ കൊണ്ടില്ല. അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ഹിരണ്യനെ പിടിച്ച് ഹിരണ്യവധം വീടുന്ന് നടത്തി വീണ്ടും ആദ്യം തോറ്റം മേലേരിലേക്ക് തന്നെയാണ് പിന്നെയും പോലെ. പിന്നെയും കുറേ സമയം പാഞ്ഞതിന് ശേഷം തിരിച്ച് വന്ന് ഈ നൂറ്റിക്ക് നാളെ അരി കൊടുക്കും. അരി കൊടുത്തതിന് ശേഷം ക്ഷേത്ര ചടങ്ങുകൾ നിർവഹിച്ചതിന് ശേഷം ചിരിക വാങ്ങിക്കണം. അപ്പോൾ ചിരിക വാങ്ങാൻ പോകുന്ന സമയത്തിന് മുമ്പേ ഇത്ര പ്രാവശ്യം ഈ മേലേരിക്ക് പിന്നെ വലം വെച്ചോളണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ഈ തോറ്റം നമ്മിങ്ങനെ കെട്ടിയിട്ട് ആയുധം ഇതെല്ലാം ആയിട്ട് പിന്നെ ഈ തീയോട് പാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ പിന്നെ മനസ്സിൽ നമുക്ക് പിന്നെ അറിയാതെ തരുന്ന കുറേ അനുഭവം നമുക്കുണ്ടാവും. കാരണം ഈ തീക്ക് എത്രമാത്രം നാളെ തെയ്യം കെട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ചൂട് അനുഭവിക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ മേലേരി എത്രത്തോളം ഉണ്ടാവും ഒരു നല്ലൊരു കണക്കൂട്ട് നമ്മൾ അറിയാതെ നമ്മൾ അറിയേയില്ല അത്. പക്ഷെ നമ്മളെ മനസ്സിലത് തോറ്റം കഴിച്ചിടുമ്പോൾ നമുക്ക് ആ തീക്ക് പാഞ്ഞവർക്കും ഈ വലിക്കാൻ വരുന്നവർക്കും എല്ലാം ഈ കത്തുന്ന തീനെപ്പറ്റി നല്ലൊരു ധാരണ മനസ്സിൽ സ്വന്തം ഉണ്ടാക്കാൻ പറ്റും. അത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ തീന അനുഭവിക്കുമ്പോൾ തന്നെ അതിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലാക്കാൻ പറ്റും. തോറ്റം ഈ 2 ഇളനീര് വീണ്ടും വാങ്ങിയിട്ട് ഈ പിന്നെ മേലേരിക്ക് 3 വലം വെച്ച് പള്ളിയറൻ്റെ മുമ്പിൽ ഒരു പീഠം വെച്ച് പീഠത്തിൻ്റെ മേലെന്ന് 2 ഇളനീര് 2 കൈകൊണ്ട് പൊട്ടിച്ചതിന് ശേഷം 2 പേര് ചേർന്ന് തോറ്റത്തിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അണിയറിയിൽ 2 ഒലി പിന്നെ 2 പൂട്ടായിട്ട് വിരിച്ചിട്ടുണ്ടാവും. ആ ഒലിയിൽ ഈ തോറ്റത്തെ 2 പേര് ചേർന്ന് താങ്ങിയിട്ട് തോറ്റത്തിനെ മലത്തി അതിൽ ആ ഒലിയിൽ കൊണ്ടുപോയിട്ട് അണിയറിലാടെ കടത്തും. 2 പേര് ഈ തോറ്റക്കാരൻ്റെ കൈ പിടിക്കും. കൈ പിടിച്ച് അതിനോടുകൂടി തോറ്റക്കാരനൊന്ന് ശരിക്കും ഒന്ന് പൊന്തി തുള്ളിയിട്ട് അവിടെ നിന്നാൽ തോറ്റം അവിടെ പരിസമാപ്തിയായി. ഈ ഒറ്റക്കോലുള്ള സ്ഥലത്തെല്ലാം പുതിയ ഭഗവതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു നമ്മളാ പ്രദേശത്ത് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മറ്റുള്ള സ്ഥലത്ത് അങ്കക്കുളങ്ങര ഭഗവതി രക്തി ചെയ്യാൻ വേണ്ടി വിഷ്ണു ഈ ഒറ്റക്കോല് മാത്രമാണെങ്കിൽ നമ്മളവിടെ മിക്ക ഒറ്റക്കോലിൻ്റെ സ്ഥലത്ത് പുതിയ ഭഗവതി കെട്ടിയാടിക്കാറുണ്ട്. അപ്പോൾ ഈ തോറ്റം കഴിഞ്ഞ ഉടനെ തന്നെ ചടങ്ങായിട്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത് പനിയെന്ന് പറയുന്ന കോലാണ്. അതിൻ്റെ ശരിക്കുള്ള
പിന്നെ അടിസ്ഥാന കർമ്മത്തിൽ വരുന്ന കഥ അല്ലെങ്കിൽ പുരാവൃത്തം എന്ന് പറഞ്ഞാൽ ശിവജ്വരത്തിൻ്റെ കഥയാണ്. തെയ്യക്കാരൻ പിന്നെ അണിയറിയിൽ നിന്ന് തോറ്റം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഉണങ്ങലരി കഞ്ഞിയല്ലാന്ന് മുമ്പ് നമുക്ക് വെച്ച് തന്നെ. ഇന്ന് ക്ഷേത്രത്തിൽ അവർ ക്ഷേത്ര സ്ഥാനികന്മാർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണം അവർ ഒരുക്കി സാധാരണ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാവും. അതിന് വളരെ കുറച്ച് പാട് തിന്നണം തോന്നിയാൽ നമുക്ക് തിന്നാൻ പറ്റില്ല, തിന്നുകൂടാ. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. ആ കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഭക്ഷണം കൂടുതൽ കഴിച്ചുകൂടാന്ന് പറയുന്ന കാര്യം. കാരണം ഈ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മോത്തെഴുതാൻ കിടക്കേണ്ട സമയമായി. അയാൾ പിന്നെ അയാളെ മറ്റ് പ്രഭാത കാര്യങ്ങളിൽ ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടി വരും. പിന്നെ ആ പ്രഭാത കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ് മോത്തെഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തെയ്യക്കാരനെ കടത്തുന്നത്. മോത്തെഴുതുന്നത് സാധാരണ പരിദേവതക്ക് എഴുതുന്ന എഴുത്തായിരിക്കില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഒറ്റക്കോലത്തിന് എഴുതൽ അതിൽ മാറ്റമുണ്ട്. വട്ടം കണ്ടിട്ടായിരിക്കും ചില സ്ഥലത്ത് എഴുതൽ. ചില സമയത്ത് വിഷ്ണുമൂർത്തി ഒറ്റക്കോലം കഴിഞ്ഞതിന് ശേഷം പിന്നെ പരിദേവതയാകുന്ന മീതുകുന്നു പോലുള്ള സ്ഥലത്ത് അവിടെയെല്ലാം പരിദേവതൻ്റെ വിഷ്ണുമൂർത്തിയുടെ എഴുത്ത് തന്നെയാണ് അതിന് എഴുതുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ വട്ടം കണ്ടിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഒറ്റക്കോലത്തിന് എഴുതൽ. അപ്പോൾ ആ എഴുതി കഴിഞ്ഞ ഉടനെ അണിയറിൽ വേണ്ട സാധനങ്ങളൊക്കെ വെച്ച് കെട്ടേണ്ട സാധനങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും. ഇതിൻ്റെ തെയ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് അരയോട. ആ ഒട തുന്നിയെല്ലാം വേണ്ട രീതിയിലെല്ലാം തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. തെയ്യത്തിൻ്റെ മേത്ത് തേക്കേണ്ടതാണ് അരിച്ചാന്ത്. അത് ക്ഷേത്രക്കാർ അരച്ചിട്ട് നമുക്ക് തരും. അതുപോലെ പിന്നെ തെയ്യത്തിനിടേണ്ട കയ്യോറ അത് വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ വെക്കണം. അപ്പോൾ ആ എഴുതി കഴിഞ്ഞ ഉടനെ നമ്മൾ തലക്ക് വെച്ച് കെട്ടേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ ആദ്യം തന്നെ കൊണ്ടൽ എന്ന് പറയുന്നതിൻ്റെ നായകത്വ സ്ഥാനത്ത് നിൽക്കുന്നൊരു സാധനമാണ് ആദ്യം തലയിൽ വെച്ച് കെട്ടൽ. ആ കൊണ്ടൽ വെച്ച് കെട്ടി കഴിഞ്ഞാൽ പിന്നെ വെച്ച് കെട്ടുന്നത് നമ്മളെ തലപ്പാടിയാണ്. 21 ഗുരുക്കന്മാരെ സങ്കല്പിച്ചുകൊണ്ട് കെട്ടുന്ന തലപ്പാടി നമ്മൾ അണിയുന്ന സമയത്ത് ആ 21 ഗുരുസങ്കല്പത്തിന് ജപിക്കേണ്ട മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ തലപ്പാടി കെട്ടും. തലപ്പാടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കെട്ടുന്നത് ഇതിൻ്റെ തലമല്ലിക എന്ന് പറയുന്ന ആഭരണമാണ്. ആ തലമല്ലിക കെട്ടി അതിന് ശേഷം തലപ്പൂ കെട്ടി പുണ്ടയത്തണ്ട കെട്ടി തലക്ക് കമ്പി അടക്കം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ തലക്ക് വെച്ച് കെട്ടേണ്ട സാധനം എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ തലക്ക് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എണീച്ച് നിന്നാൽ നമുക്കൊരു മുണ്ട് ഒന്നുകിൽ ഒരു തോർത്ത് പണ്ടേത്തെ അവർ ഉപയോഗിക്കുന്ന ആ മുണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒറ്റക്കോലത്തിന് ഉടുക്കുന്നത്. അതിപ്പോൾ ലേശം മാറ്റം വന്നിട്ട് ഇപ്പോൾ ചുവന്ന ഒരു കൊട്ടനത്തിനകത്തൊക്കെ ഉപയോഗിക്കുന്ന കാസറായി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നെങ്കിലും പണ്ടേ നമ്മൾ ഉപയോഗിച്ച് വരുന്നതെല്ലാം പണ്ടേത്തെ ആ തെരുവ മുണ്ടാണ്. കോറ തന്നെ. ആ കോറ മുണ്ടാണ് നമ്മൾ അടിക്ക് തെയ്യത്തിന് ഉടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അത് പലതും കണ്ടുകൊണ്ടാണ് പണ്ടത്തെ അവർ ആ കോറ കൊണ്ട് ഉടുക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. ഒലി ഒറ്റൊലിയായിട്ടും കൂട്ടൊലിയായിട്ടും ഇതിന് ഉടുക്കേണ്ടതുണ്ട്. ഒറ്റക്ക് ഒലി ഉടുക്കേണ്ട ആദ്യം ഒറ്റ വെക്കേണ്ട സാധനങ്ങൾ പ്രത്യേകിച്ച് ഈർന്ന് തയ്യാറാക്കുന്ന സാധനമാണ്. അതിന് നല്ലോണം മട്ടലും പാമ്പത്തിൻ്റെ ആവശ്യം അതിനുണ്ട്. ആ ഒലിക്കുണ്ട്. തലക്ക് വെച്ച് കെട്ടേണ്ട സാധനം പ്രത്യേകം സജ്ജാക്കിയിട്ട് വേറെ തന്നെ എല്ലാം ഇതാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ അതെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ വെച്ച് കെട്ടാൻ വേണ്ടി അറിയിരുന്നാൽ 2 പേര് ചേർന്ന് നമ്മളെ ഇഷ്ടത്തിനല്ല പരമാവധി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നിർവഹിക്കൽ. നമുക്കവിടെ ഒന്നും പറയാനും അത് മുറിന് അല്ലെങ്കിൽ ഇത് നല്ലോണം മുറിയിട്ടുണ്ടെന്നൊന്നും പറയാനുള്ള അനുവാദമൊന്നും കൂടുതലില്ല. ആ തെയ്യക്കാരെ സൗകര്യം നോക്കാതെ വെച്ച് കെട്ടിക്കുന്നവരെയും ബലിക്കാരെയും എല്ലാം കൂടുതലായിട്ട് നമ്മൾ സൗകര്യം നോക്കിക്കൊണ്ടല്ല ചെയ്യൽ. എല്ലാവരെയും കെട്ടിയതിന് ശേഷം നമ്മളോട് തലയടിക്കാൻ വേണ്ടി അവരാവശ്യപ്പെടും. മുട്ടിന് മേലില അവയവങ്ങൾക്ക് ഈ തീ ഏറ്റവും കൂടുതൽ ബാധിക്കൽ മുഖം മുതൽ മുട്ട് വരെയുള്ള ഭാഗമാണ്. ബാക്കി നമ്മൾ ആടുന്ന് മുട്ട് മുതൽ അങ്ങോട്ടുള്ള ഭാഗം നമ്മൾ ഈ ഒറ്റക്കോലത്തിന് നോക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ പൊള്ളൽ ആടുന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കൽ നമ്മളെ ഈ ലൈംഗിക അവയവങ്ങൾക്ക് പ്രശ്നം വരുന്നൊരു കാര്യം വരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഈ മേലേരിൽ അടിക്കുന്നത്. അവിടെയാണ് നമ്മളെല്ലാ കെട്ടും വരുന്നത്. മൂത്രസഞ്ചിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെല്ലാ ബന്ധനും. ആദ്യത്തെ ഒലി ഒറ്റവക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും നമ്മൾ ഈ 2 അരുവിൻ്റെ കൊട്ടിൻ്റെ ആ ഭാഗം നോക്കി ആ കൊട്ടിൻ്റെ മേലെയാണ് ഇവർ 2 പേര് ചേർന്ന് വലിച്ച് മുറുക്കൽ. നമുക്കൊന്നും പറയാൻ കഴിയില്ല.
ആ സ്ഥലത്ത് വളരെയധികം പിന്നെ വേദന അനുഭവിക്കുന്ന സമയം ഉണ്ടാവില്ല. നമ്മൾ വേർത്ത് കുളിച്ച് ചില സമയത്ത് ബോധക്കടാവുക പല സംഭവങ്ങളും തെയ്യക്കാർക്ക് ഉണ്ടാകുന്നതായിട്ട് ഉണ്ട്, അനുഭവപ്പെടലുണ്ട്. അത് ലൈംഗികവാദത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഇത് ഭയങ്കരമായിട്ട് മുറുക്കും. ആ ഒറ്റ വെക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ ഒറ്റ വെക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ആവാൻ കാരണം ഇതിൻ്റെ വലിക്കുന്ന രണ്ട് കയറുണ്ട് ഈ ഒറ്റക്കോലത്തിൻ്റെ രണ്ട് ഭാഗത്തെ കൂടെ വരുന്നത്. ആ വലിക്കയറി ഒറ്റ വെച്ച ഒലി അടക്കമാണ് ഈ വലിക്കയറി രണ്ട് വലിക്കയറായിട്ട് വരേണ്ടത്. അപ്പോൾ ഒറ്റ എത്രയും മുറിയോ അല്ലെങ്കിൽ ചില സമയത്ത് ഈ ഒലി അടക്കം ഇങ്ങോട്ട് പിന്നെ വരും. കാരണം ഈലാന്ന് രണ്ട് വലിക്കയറിൻ്റെ ബലം ഈ ഒറ്റയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒറ്റ അത്രയും മുറുക്കിയിട്ടാണ് നമുക്ക് തരല്. ഒലി എടുത്ത് കഴിഞ്ഞിട്ട് ആ 3 ഭാഗത്തുനിന്ന് ഈ ഒലി തൂക്കം ഈ ഒറ്റക്കോലത്തിൻ്റെ വലിക്കയർ എടുക്കുന്നതിന് മുമ്പിൽ ഒറ്റക്കോലത്തെ അടക്കം 3 പാദത്തിൻ്റെ മേലെ ഈ വലിക്കാറ് മേലോട്ട് പൊന്തിക്കും. ഒറ്റക്കോലത്തിന് ഒരാളിൽ മേലെ ഒരാളും അവരെ കയ്യും എത്ര ഉയരത്തിലാണോ പോകുന്നത് ആ ഉയരത്തിൽ ഈ ഒലി കൊടുത്ത തെയ്യത്തിന് 2 or 3 പ്രാവശ്യം പൊന്തിച്ച് താഴേക്ക് നിലത്ത് കുത്തും. ആ കുത്തുന്നതിന് പറഞ്ഞാൽ ഈ ഒലി അതിനനുസരിച്ച് മേലോട്ട് പൊന്താൻ. അല്ലെങ്കിൽ ഈ തെയ്യക്കാരൻ ഒരിക്കലും കാല് പൊന്തില്ല. ആ കാല് പൊന്താത്ത അവസ്ഥ വന്നാൽ പിന്നെ തെയ്യം ഒരിക്കലും പിന്നെ വിജയിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബോധക്കേടും പല പ്രശ്നവും ഉണ്ടാവും. അതുകൊണ്ട് കാല് പൊന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വേണ്ടി ഈ ഒറ്റക്കൊലക്കാരനെ 3 പ്രാവശ്യം ഇത് നേരായോ നമ്മൾ തെയ്യം കെട്ടുന്നവരോട് ചോദിക്കും എന്തെങ്കിലും അതൊക്കെ അങ്ങനെയുണ്ടോ. എല്ലാം പിന്നെ ബുദ്ധിമുട്ടന്നെ ഉണ്ടാവില്ല. പിന്നെ ഇതായിട്ടാകുമ്പോൾ ബുദ്ധിമുട്ടില്ല ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊന്നും പറയില്ല, തെയ്യക്കാരനൊന്നും പറയാനുള്ള ഇതൊന്നുമില്ല. ശരിയായിന്നേ പറയും, ശരിയായിട്ടില്ലെങ്കിലും ശരിയായെന്നേ പറയും. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ പിന്നെ പള്ളിയറേൻ്റെ മുമ്പ് പോയി പിന്നെ കൊടിയില വാങ്ങിച്ച് കഴിഞ്ഞ ഉടനെ നേരെ മേലേരി കളത്തിലേക്കാണ് വരുന്നത്. അതിൻ്റെ വടക്കേ ഭാഗത്തിരിക്കുന്ന ചടങ്ങെല്ലാം നടക്കുന്നത് തൊട്ട് മേലേരിയുടെ തൊട്ട് മുമ്പിലായിട്ടാണ്. വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് വടക്കോടി തിരിഞ്ഞിട്ടാണ് മേലേരി നോക്കിക്കൊണ്ടാണ് ചടങ്ങെല്ലാം നിർവഹിക്കുന്നത്. ആ മേലേരിയിലെ ഇല്ല കൊള്ളി എല്ലാം പുറത്തേക്ക് പിന്നെ എടുത്ത് മേലേരി കനൽ മാത്രം ആക്കിയിട്ട് ആ മേലേരി നല്ല രീതിയിൽ കൂമ്പാരായിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് കൂട്ടിയിട്ട് ഉണ്ടാവും. ആ കൂട്ടിയതിൻ്റെ അരുവിന് പതച്ചിട്ട് പറഞ്ഞാൽ ശരിക്ക് തീനാക്കാളും ചൂടുണ്ടാവല് ആ മണ്ണാണ്. ആ തീ കത്ത ചൂട് ചില സമയത്ത് ഉണ്ടായില്ലെങ്കിലും ആ പരിസരത്തുള്ള മണ്ണ് ഭയങ്കര ചൂടായിരിക്കും. അതിൻ്റെ ചുമട് എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് ശേഷം തെയ്യം പിന്നെ കൊടിയില വാങ്ങിച്ച് ഈ മേലേരിക്ക് ഒരു പ്രദക്ഷിണം ഒരു വെലിക്കാരനെയും കൂട്ടി വന്ന് ആ വെലിക്കാരൻ മേലേരിയിലേക്ക് കയറി ഒരു കനൽ ആ മേലേരിന്ന് എടുക്കും. ആ ഒരു കനലെടുത്ത് നമ്മൾ ഈ കൊടിയിൽ ഇട്ട് തരണം. ആ മേലേരി ആ വെലിക്കുന്ന ആൾ കയറുമ്പം അയാൾ അതിൻ്റെ മറ്റുള്ള കാര്യമെല്ലാം അയാൾ മനസ്സിലാക്കും. ഈ ചുമട് എത്ര പോരാ ചൂടുണ്ടെന്നോ അല്ലെങ്കിൽ ഏടെ ഇന്ന് നമുക്ക് ചവിട്ടി വലിക്കാൻ പറ്റുന്നോ എല്ലാ പിന്നെ ചൂടും ഈ വലിക്കുന്ന ആളും ഈ തെയ്യം കെട്ടിയ ആളും ആ തൽക്കാലം ആ ഒരു സെക്കൻഡ് സമയം കൊണ്ട് അത്ര പോരാ അനുഭവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. പ്രത്യക്ഷമായ പര ദേവതേ കൈതോഴാം അംഗത്തിന് പാടാം വൻപൂലി വേട്ടയ്ക്കും ആദരേ പോർക്കേവാ ശം ചെയ്തു നിൽപ്പവർ ആദരേ നീ ഞാതിൽ പോർക്കലാം അളവ് വേടാദേവാ രത്തേ കൊടുപ്പവർ വന്നേച്ചവർക്കേവാ രത്തേ കൊടുപ്പവർ നിന്നേച്ചവർക്ക് നീ റന്തേടുത്തേടുവാർ വേദത്തിനാന്തണായി കുണർവായി നിൽപ്പവർ വേദിയാതുള്ളിൽ വിളക്കായി വിളങ്ങണം എല്ലിലെ എണ്ണ പോൽ പാലിലെ വെണ്ണ പോൽ എല്ലാടവും നിറം ഏകമായി നിൽപ്പവർ
അരോടെ നമുക്ക് കുടുക്കി കഴിഞ്ഞാൽ നമ്മളെ നടു ഭാഗം ശരിക്ക് പൊട്ടിയിട്ട് കഷ്ണം കഴിയുമ്പോഴത്തെ അവസ്ഥ ഉണ്ടാവും. നടു എന്ന് പറഞ്ഞാൽ കാലെല്ലാം ഈ പിന്നെ നമ്മൾ ഈ 2 തൊടേൻ്റെ മുട്ട് മുതൽ നമ്മൾ അര മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം തരിച്ചിട്ട് യാതൊന്നും തിരിയില്ല. ചില സമയത്ത് നല്ലോണം ഇനി ബോധമില്ലാത്ത ഒരുത്തനാന്ന് എണീച്ചെന്നെങ്കിൽ എന്നപാട് കമ്മിഞ്ഞോട്ട് പോകും. കാരണം കാല് തരിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം ഇത്രയും ഭാരം ഈ വെറും അരയാന്ന് നമ്മളെ താങ്ങുന്നത്. അതിൻ്റെ മേലെയാണ് ഈ പിന്നെ വായപ്പോളേരിയും പിന്നെ ഓലേരിയായ അരോടിയും കൂടി എടുത്ത് അതും കൂടി നമ്മൾ നടുവാ താങ്ങുന്നത്. അപ്പോൾ ഈ നടുവെല്ലാം താങ്ങി നമ്മൾ വലിച്ച് കെട്ടിയാൽ 2 കൈ അതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമുക്ക് ഒരിക്കലും അനങ്ങാൻ പറ്റില്ല. പക്ഷെ ആ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ട് ആ സമയത്ത് നമ്മൾ അതൊന്നും അറിയുന്നില്ല. പാലിലേ വെണ്ണ പോൽ എല്ലാടവും നിറ ഏകമായി നിൽപ്പവർ കരിന്തി സമയത്തിനോടെ ചന്ദ്രമോട് തോറ്റവർ എന്തൊരു മനോത്സവം ചിന്താതെളിഞ്ഞാതെറാൽ. ഒറ്റക്കൊലം പിന്നെ മേലേരി കൊള്ളുന്നതിന് മുമ്പേ ഈ പിന്നാർത്ത കർമ്മി വന്നിട്ട് ഈ മേലേരിക്ക് 3 പ്രദക്ഷിണം വെച്ചിട്ട് അതിൽ കുറിയിട്ടിട്ട് അയാൾ അതിൽ നിന്ന് കുറച്ച് കനൽ വാരി ഈ തെയ്യത്തിന് പിന്നെ ധൂപം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കൊള്ളി കൂട്ടി എല്ലാ വ്രതശുദ്ധിയുള്ളവരും ഈ മേലേരിയിൽ കയറണം. ഞാൻ ഏകദേശം ഒരു 10-30 ഒറ്റക്കൊലം കെട്ടിയിട്ടുണ്ടാവും. 10-30 ഒറ്റക്കൊലം കെട്ടി. പക്ഷേ ഈ ഒറ്റക്കൊലം കെട്ടുന്നതിൻ്റെ അതിലേറ്റവും കൂടുതലുള്ള വിഷമം ഈ തീയിൽ പോകുമ്പം അതിൻ്റെ ചൂടാണ്. ചൂട് ശരിക്കും പറഞ്ഞാൽ കണ്ണിന് തന്നെയാണ് ബാധിക്കൽ. കണ്ണിനും ബാധിക്കും, ഓരോരു വീഴലിനും നെഞ്ഞടിക്കും. നെഞ്ഞ് ശരിക്കും അടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ശരിക്കും ശ്വാസം വിലങ്ങുന്നതായിട്ട് തോന്നും. പിന്നെ മാത്രമല്ല വെണ്ണീര് കംപ്ലീറ്റ് നമ്മളെ തൊണ്ടയിലേക്ക് തന്നെ പോകും. കണ്ണിലും ബാധിക്കും. അത് കുറേയെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഒറ്റക്കൊലം കെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കക്കൂസ് പോകാനോ ഒന്നും കഴിയില്ല. നമ്മൾ തുപ്പുന്നതും പിന്നെ എല്ലാം വെണ്ണീർ തന്നെ ആയിരിക്കും. അതിന് ചെറിയ ഒറ്റക്കൊലായാലും തിരക്കുള്ള, വലിയ ഒറ്റക്കൊലായാലും തിരക്കുള്ള. ഒറ്റക്കൊല തീയിൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്, അത്രയ്ക്കൊരു ഇതുണ്ട്. പിന്നെ കണ്ണിനെല്ലാം കുറേ പോച്ചലുണ്ടാവും. അതേപോലെ മൂത്രമൊഴിക്കുമ്പോൾ വിഷമമുണ്ടാവും. പിന്നെ നമ്മളെ മറ്റുള്ള കാര്യങ്ങളിൽ ഇതിൽ വിഷമങ്ങളുണ്ടാവും. അങ്ങനെ ഭയങ്കര വിഷമമുണ്ട്. നെഞ്ഞിൻ്റെ അടുത്ത് വേദന ഉണ്ടാവും. പിന്നെ ഈ 2 കാലും ഈ അരയും അതും സഹിക്കാൻ കഴിയില്ല. അതും ഒരു വല്ലാതൊരു വിഷമം തന്നെയാണ്. നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒറ്റക്കൊലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ കിടന്നൊക്കെ എണീക്കണമെങ്കിൽ പിടിക്കേണ്ടി വരും 2 ദിവസം 3 ദിവസം. അങ്ങനെ ഒരു വിഷമമൊരു തെയ്യം തന്നെയാണ് ഒറ്റക്കൊലം. കത്തുന്ന മേലേരി കുന്നോളം കൂട്ടിയതിൽ കനലേറിയ പൊടി കിളര തോറ്റങ്ങളാടുവോ.
കൊണ്ടുപോകണമെന്ന് അറിയാത്തവനാണ് ആന്താമൂർത്തി ആദ്യ വൈകുണ്ഠൻ. കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ എന്തിനാ അല്ലേ ഒരുപാട് രണ്ടുമൂന്ന് എടുക്കണോ കൊന്നിരിക്കുന്ന ഭഗവാന്റെ അഗ്നിയാണ് നിങ്ങൾക്ക് കാണണോ ദർശിക്കണോ നിങ്ങൾക്ക് പോണോ അതിനെ പറഞ്ഞേ മനഃശുദ്ധിയായില്ലേ നിങ്ങളുടെ ആത്മ കൊടുത്തില്ലേ തൃപ്തിയാണല്ലോ നിങ്ങൾക്ക് തൃപ്തിയായോ പോരെ എങ്കിൽ ഞാൻ കർമ്മത്തിന് വട്ടം പിടിക്കാൻ അല്പം കൊടുക്കണം കൊടുക്കട്ടോ. അപ്പോൾ ഒടയിച്ച് വീമ്പ് ഉണ്ടാകുന്ന അനുഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ യാതൊന്നും നമ്മളെ ദേഹത്തില്ല, ഏടെങ്കിലും മനസ്സോ നമ്മളെ ശരീരമോ ഏടെങ്കിലും തരത്തിൽ അതാത് ഈ തീലുവുന്ന സമയത്തെ അങ്ങനെ ഏടെങ്കിലും നമുക്ക് വല്ല തരത്തിലും പിന്നെ ഒരു പിന്നെ സംശയ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേടി മനസ്സിൽ ഏടെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പൊള്ളുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം നമ്മളെ കയ്യിൽ ഒരു സാധനമില്ല, ചെറിയൊരു വലിയൊരു തണ്ടവാല് മാത്രമെന്നില്ല. അത് ഈ വലിക്കുന്ന ആളും തെയ്യക്കാരനും ഈ മൂന്നാൾ, ഒരു തെയ്യക്കാരനും രണ്ട് വലിക്കുന്ന ആളും, വലിക്കുന്ന ആളും വളരെ 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 പിന്നെ ഏകബുദ്ധി മനസ്സ് ഒരേപോലെ ആയിരിക്കണം അവരുത്. അത്ര ഇതുണ്ടെങ്കിൽ മാത്രമേ അന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂ. തെയ്യം മഞ്ഞക്കുറി വാങ്ങി ആദ്യം തന്നെ വലിച്ചവർക്ക് കൊടുക്കും. പിന്നെ ഇതേ മേലേരി കൂട്ടിയവർക്ക് കൊടുക്കും. ആ കുറി വാങ്ങിച്ചു കഴിഞ്ഞാൽ മേലേരി കൂട്ടിയവർക്ക് വേണമെങ്കിൽ കുളിക്കാൻ പോവാം. ഈ തെയ്യം ആ മഞ്ഞക്കുറി കൊടുത്താൽ അവർക്ക് പിന്നെ കുളിക്കാൻ പോവാം.
ചീർമ്പ എന്നിരിക്കുന്ന വിത്ത് വിതച്ചാൽ വിഷ്ണുമൂർത്തി എന്നിരിക്കുന്ന പച്ചത്തുകില് വേണമല്ലോ വെമ്പെ അകറ്റാൻ. മഹാമാരിക്ക് മറവടിക്കാൻ 10 കൊണ്ട് പിടിച്ചു. 4 കൊള്ളി പ്ലാവറവും 4 കരിക്കൻ്റെ മനവും ഒരു തൂം കൊണ്ട് പിടിച്ചു. ചീർമ്പേ വാങ്ങിത്തെളിഞ്ഞ് കയ്യേത്തോളേ. വടക്ക് വെച്ച കളിയാമ്പള്ളി 64 കളകലും സഹിക്കുന്ന ഈ തറക്കകത്ത് വെച്ച് ആദിമൂല സ്ഥായി ആയിരിക്കുന്ന എൻ്റെ ചീർമ്പ കർമ്മങ്ങള് കയ്യേത്തോളേ ചീർമ്പേ. അതുപോലെ തന്നെ ഓരോ പിന്നെ ജനങ്ങൾ ഭക്തന്മാർ തെയ്യത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് അനുഗ്രഹ വചനം അവർക്ക് എന്തായാലും കൊടുത്തേ പറ്റും. അവർ ഓരോ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും തെയ്യത്തിന് മുമ്പിലേക്ക് ആ ഒറ്റക്കുളത്തിന് മുമ്പിലേക്കല്ല ഈ നടന്ന് മാറി മാറ്റാൻ പോകുന്ന സമയത്തെല്ലാം വരാം. ആരെ അതിർത്തികൾ തമ്മിൽ തർക്കം വരാം, ബന്ധുക്കൾ തമ്മിലുള്ള കലഹം വരാം. അപ്പോൾ അതിനൊക്കെ മഞ്ഞക്കുറിയിട്ടിട്ട് അനുഗ്രഹപാഠ തെയ്യം കൊടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളിലും തെയ്യം ഭക്തരുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ തെയ്യം കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോള്. നമ്മൾ വാങ്ങിക്കുന്ന കോളിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തരത്തിലും ഒരു പരിഷ്കരണം ഇതുവരെ സംഭവിച്ചില്ല. വിഷ്ണുമൂർത്തി കെട്ടാണെങ്കിൽ ചുരുങ്ങും ഒരു 5 പേരങ്ങ് അവിടെ വേണം. നമ്മളെ കൂടാതെ ഒരു 3-4 പേര് അധികം വേണം. നമുക്ക് അവിടുന്ന് കോള് കിട്ടൽ തുച്ഛമായ പൈസയാണ്. ഈ തുച്ഛമായ പൈസയിൽ നിന്ന് നമുക്ക് ഈ അണിയല നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ചിലവും നമ്മുടെ ചായല്യം മണല പോലുള്ള സാധനങ്ങളും അതിന് തെയ്യത്തിൻ്റെ ആടാഭരണങ്ങൾക്കുള്ള ചിലവിന് വരെ ആ പൈസ തികയില്ല. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന തെയ്യത്തിനൊന്നും നമുക്കൊന്നും നമുക്ക് കിട്ടില്ല. അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ തെയ്യം കെട്ടിയിട്ട് തൊഴുത് കിട്ടിയ പൈസയിൽ നിന്നാണ് നമുക്ക് അവർക്ക് കൊടുക്കൽ. പണ്ടുള്ള മാതിരി ആൾക്കാർ ഇപ്പം നിത്യോപക സാധനങ്ങൾക്കുള്ള ഒരുപാട് വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മറ്റെല്ലാ മേഖലയിലെ ആൾക്കാർക്കും അതിൻ്റെ പരിഷ്കരണം സംഭവിച്ചിട്ടുണ്ട്. പൈസ ഒരുപാട് അവർക്ക് കോറ്റി കിടക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ വീട്ടിൽ കണ്ടം കൊത്താൻ വന്ന ഒരാളെ ശമ്പളമല്ല ഇപ്പം അവർക്ക് ഒരുപാട് പരിഷ്കരണം നടന്നിട്ടുണ്ട്. അതുപോലെ പണ്ട് തെയ്യം കെട്ടാൻ വരുന്നവർക്ക് ഇന്ന് എന്തോ സാധാരണ കോല് പരിവർത്തനം ചെയ്യലെന്ന് പറഞ്ഞാൽ ഒരു 5, 10 അല്ലെങ്കിൽ 100, 200 രൂപ അതിൽ അങ്ങോട്ട് ഒരു കയറ്റവും സംഭവിക്കില്ല. അത് അവിടുത്തെ കോയ്മക്കും ആ ക്ഷേത്ര നടത്തിപ്പുകാർക്കും പ്രത്യേക ഒരു അധികാരത്തോട് മാത്രം ആ സമയത്ത് സംസാരിക്കും. അവരുടെ കാര്യങ്ങൾ കളിയാട്ടം ഭംഗിയായിട്ട് നടക്കണം. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കാനോ നമ്മൾക്ക് വേണ്ടി വാദിക്കാനോ എവിടെയും ഒരു ക്ഷേത്രത്തിലും ആരെയും കാണാറില്ല. പിന്നെ നമ്മളെല്ലാവരും പറയുന്നത് തെയ്യം സാധാരണ കലാരൂപ എന്നാണ് പറയുന്നത്. തെയ്യം കലാരൂപമാണെങ്കിൽ തെയ്യം കലാകാരന്മാരാണ് ചെയ്യുന്നത്. ആ കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ഒരു ആനുകൂല്യം ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് തരില്ല. സാധാരണ തെയ്യം അവശ കലാകാരന്മാർക്ക് പെൻഷൻ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതൊന്നും ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള പദ്ധതിയല്ല. അഥവാ തരുന്ന ഫോക്ക്ലോർ പോലുള്ള ചെറിയ സംരംഭം അവരെ ചെറിയ വേതനം എന്തെങ്കിലും കിട്ടിയെങ്കിലായി. അങ്ങനെയല്ലാതെ മറ്റ് നമുക്ക് തെയ്യം കലാകാരന്മാർക്ക് യാതൊരുവിധ പരിഗണനയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒറ്റക്കോലം പോലെയുള്ള വെല്ലുമുടി പോലെയുള്ള വലിയ വളരെ ശാരീരിക പ്രയാസങ്ങളിലെ തെയ്യങ്ങളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അധിക കാലം അത് കെട്ടിക്കൊണ്ടുപോയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. 45 വയസ്സാകുമ്പോൾ തന്നെ ശാരീരികമായിട്ട് വാർദ്ധക്യം അനുഭവിക്കുന്നൊരവസ്ഥയാണ്. തെയ്യത്തിന് വിട്ടുപോകുന്നൊരവസ്ഥയാണ് 10, 45, 50. അതിന് ഉദാഹരണം നമ്മൾ അച്ഛൻ കർണത്തിനെ പോലുള്ള ആൾക്കാരെല്ലാം ചെറുപ്പകാലത്തേയിൽ നിന്ന് മാറി പിന്നെ തെയ്യത്തിൻ്റെ കൂടെ അണിയറിൽ ഇങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം വരെ നമുക്കിത് കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാൾ 55 വയസ്സ് വരെ റിട്ടയർമെൻ്റ് ആണ്. അയാൾ 55 വയസ്സ് വരെ റിട്ടയർമെൻ്റ് ആയി. നേരെ മറിച്ച് തെയ്യത്തിൽ ഏത് സമയം വാർദ്ധക്യം നമുക്ക് ഏറ്റുവാങ്ങാം. ഏത് സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കാം. ഇതിന് പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഒന്നുമില്ല. ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്ത് ഒന്നും സംഭവമൊന്നുമില്ല. ചിലപ്പം ഒരു മേലേരി കയറി ചിലപ്പം കാല് പൊള്ളും, ചിലപ്പം ഒരു വലിയ മുടി കെട്ടി ചിലപ്പോൾ കഴുത്ത് കൊടുക്കും. എന്ത് സംഭവിക്കുക, കാക്കും കൈക്കെല്ലാം സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പം കാണുന്ന ഇപ്പം നമ്മളെ ഏട്ടൻ ഇപ്പം 10, 38 വയസ്സായി. ആളവസ്ഥയും ഇതുപോലെ തന്നെ. ഇനി എനക്കുണ്ടാകുന്ന അവസ്ഥയും ഇതുപോലെ തന്നെ. ഇനി താഴേക്ക് ഇടയിൽ നമുക്ക് താഴേക്ക് വരുന്ന തെയ്യം അവസ്ഥയും ഇത് തന്നെയാണ്. അതെല്ലാം പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഒരുപാട് സമയം ഇതെല്ലാം ഇങ്ങനെ കെട്ടി നിൽക്കും. ഭക്ഷണമില്ല, ഒന്നുമില്ല, ഉറക്കൊഴിയൽ. ഇതെല്ലാം തെയ്യത്തിൻ്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്ന സംഗതി. ഈ ഒറ്റക്കൊലം കെട്ടിയിട്ട് ഈ മേലേരിൽ വീണ് കഴിഞ്ഞാലുണ്ടാകുന്ന കരിയും പൊടിയെല്ലാം നമ്മൾ സ്വന്തം തിന്നണം, തെയ്യക്കാരൻ തിന്നണം. അയാളെ മൂക്കിലും പിന്നെ കണ്ണിലും അതുപോലെ വായിലെല്ലാം ഒരുപാട് കരിയും വെണ്ണീരെല്ലാം നമ്മ പിന്നെ പുറത്ത് പോയിട്ട് കളയേണ്ട സമയം തെയ്യം കഴിഞ്ഞാലാണ് ഉണ്ടാവില്ല. ഒരു 2-3 ആഴ്ചയോളം നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്തെല്ലോ വേണം നമുക്ക് തെയ്യം കെട്ടുവാൻ തോന്നുമെങ്കിലും ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല. പക്ഷെ നാട്ടിലത്തെ നമ്മുടെ ക്ഷേത്രക്കാരും സ്ഥാനികന്മാരും ചോദിക്കും തെയ്യം കെട്ടിയാൽ പണിക്കറ എന്താ നിങ്ങൾ പിന്നെ നെയ്യ് കുടിക്കാൻ തുടങ്ങിയിട്ടില്ലേ, എന്താ നിങ്ങൾ മരുന്നൊന്നും കഴിക്കില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. നമ്മളോട് വെറുതെ കണ്ടിട്ട് ചോദിക്കുമെങ്കിലും നമ്മളെ അവസ്ഥ അതൊന്നും ആയിരിക്കില്ല. തെയ്യം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ 2ാമത്തെ ദിവസമെല്ലാം തുടർച്ചയായിട്ട് നാട്ടിൽ മറ്റു ക്ഷേത്രങ്ങളിൽ അടയാളം നമ്മൾ മേടിച്ചിട്ടുണ്ടാവും. അവർക്ക് നമ്മൾ ഈ വിഷമമൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് എത്രയോ വർഷം കൂടിയിട്ട് അവരെ തറവാട്ടിൽ കഴിയുന്ന തെയ്യാണ്. നമ്മൾ ഇന്നലെ ഒറ്റക്കൊലം കെട്ടിയോ അല്ലെങ്കിൽ മിഞ്ഞാന്ന് ഒറ്റക്കൊലം കെട്ടി കാല് പൊള്ളിപ്പോയെന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനു മുമ്പേ മുൻകൂട്ടി ആക്കിയ തീയതി ആയിരിക്കും ആ തെയ്യത്തിൻ്റെ തീയതി.
അവർക്ക് അവരെ കളിയാട്ടം, അവർക്ക് അവരെ കുടുംബത്തിൻ്റെ പിന്നെ എന്താണ് സാമ്പത്തികവും അതുപോലെ അവരെ വീട്ടിൽ ധാന്യമെല്ലാം ചിലവാക്കിയിട്ട് കഴിക്കുന്ന അവരെ കളിയാട്ടമാണ്. ആടെ നമ്മൾ ഇന്നലെ ഞാനൊക്കെ ഒറ്റക്കോലം കെട്ടിയിട്ട് പൊള്ളീനി അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റിനൊന്നും പറഞ്ഞാൽ നമ്മളെ ചില സമയത്ത് അവർ അതൊന്നും അംഗീകരിക്കില്ല. 14-ാമത്തെ വയസ്സ് മുതൽ തന്നെ തെയ്യം കെട്ടാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായി തെയ്യമായിട്ട് തന്നെ ജീവിച്ചു പോയി. 10-26 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്ത് കല്യാണം കഴിച്ച ഉടനെയാണ് ഈ ഒറ്റക്കോലത്തിന് വിവരം തന്നത്. പയ്യന്നൂരും പിന്നെ ഈ കടന്നപ്പള്ളിയൊക്കെ പണ്ണാ സമുദായത്തിൽപ്പെട്ടവരാണ് മലയ സമുദായത്തിൽ കിട്ടുന്ന എല്ലാ തെയ്യങ്ങളും കെട്ടേണ്ടത്. അങ്ങനെ എന്നെ കൊണ്ടുപോയി കെട്ടുന്നതിന് അന്ന് ആടുന്ന ഒരു വിഷമൊന്നും ഉണ്ടായിട്ടുമില്ല. അത് കഴിഞ്ഞ് നഗരത്തിലാവറ്റാണ് ആ തെയ്യം ഉണ്ടായത്. കുംഭം മീനമാസത്തിൽ അവർക്ക് ഇവിടെ തെയ്യം വേണമെന്ന് പറഞ്ഞിട്ട് നീലേശ്വരം അങ്കക്കാട്ടിൽ ചെയ്യുന്ന ആൾക്കാർ വന്നു. അവർ എന്നോട് പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ സമുദായം നമ്മൾ പിന്നെ ജമ്മത്തെയ്യായതുകൊണ്ട് ജമ്മക്കാരനെ കൂട്ടി വന്നാൽ വേണമെങ്കിൽ ഞാൻ ഏക്കാം. ഇവിടുന്ന് തന്നെ ആളെയും കൊണ്ടുപോയിട്ട് തെയ്യം കെട്ടുകയും ചെയ്തു. കെട്ടാൻ വേണ്ടി തോറ്റം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ മേലേരി തണിക്കുന്നില്ല, ആ സമ്പ്രദായം ഇല്ല എന്നുള്ളത് അറിയുന്നു. പിന്നെ നമ്മെ ഏൽപ്പിച്ചവർ പറഞ്ഞ് ഞങ്ങൾക്കിത് പിടിക്കാനാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നിട്ട് അവരെ കുട്ടികാശന്മാരെ വിളിപ്പിച്ചു. കെട്ടി കൊടുക്കുന്ന സമയത്ത് അവർ വന്ന് പുറത്താടെ നിന്നിട്ടാകുമ്പോൾ അവർ എന്താ വിളിച്ചത്? ഞാൻ പറഞ്ഞിങ്ങനെ ചുമട് തണിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ചവിട്ടി വലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്നേരം ഓറ് കേൾക്കാത്ത വിധത്തിൽ അങ്ങ് പോവുകയും ചെയ്തു. അരയോടെ വെച്ച് മേലേരിക്ക് പോകുന്ന പതിയെടുത്ത് പീട പറഞ്ഞ് മേലേരിക്ക് പോകുന്നവരെയും ഇവരാരും തൂക്കിന് നിന്നതുമില്ല, പിടിക്കാൻ രണ്ടു ഭാഗത്ത് നിന്നില്ല. പക്ഷെ നമുക്ക് പിന്നെ നിൽക്കാനാവില്ലല്ലോ. ഇവിടെ പറഞ്ഞ തെയ്യത്തിന് പിന്നെ ഇനി ആവില്ല പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉദ്ദേശത്തിൽ സ്വയമേ പോയിട്ട് ചാരി. കള്ളക്കൊള്ളിയും തിരിഞ്ഞെടുക്കാത്തതുകൊണ്ട് ഈ കള്ളക്കൊള്ളി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഒരു തലക്ക് കൊള്ളും മറ്റേ തലങ്ങ് തള്ളുമ്പോൾ അരയുടെ ഉള്ളിലേക്ക് കനൽ വീണു. അത് സ്വയം കുറച്ച് സഹിച്ചല്ലോന്ന്. അത് പിന്നെ വലിക്കുമ്പോൾ കാല് ചുണ്ടിൻ്റെ മേലെയാണ് സാധാരണ വയലോട്ട് വരുന്നത് ചുണ്ടിൻ്റെ മേലെ വരും. ചുണ്ടിൻ്റെ മേലെ വരുമ്പോൾ പിന്നെ കുറച്ച് കൈ വീണിട്ടാൽ വേട്ടം പറഞ്ഞ് പിന്നെ നഖം ഉണ്ടാർന്നിട്ട് പറച്ച പറഞ്ഞു. അത് പെട്ടെന്ന് പറിക്കുമ്പോൾ മാംസടക്കം തന്നെ ഇടത്തെ കാലിൻ്റെ ചുണ്ടിൻ്റെ മാംസടക്കം തന്നെ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അവർ തടുത്താലേ നിൽക്കും എന്നൊരു വാശി എനക്കുമുണ്ട്. അപ്പുറം പിന്നെ മേലേരി വീഴുമ്പോൾ മറ്റൊരാൾ പോയി തടുക്കുന്ന സമ്പ്രദായം ഇല്ലയെന്ന് അറിയുന്നു. പിന്നെ ആരോ പറഞ്ഞു ഞാൻ ഏതായാലും പിടിച്ചാലേ നിൽക്കുമല്ലോ എന്നൊരു വാശി എൻ്റെ മനസ്സിൽ. ഏതായാലും കാല് പൊള്ളുകയും ചെയ്തു. അവിടുന്ന് പിന്നെ ആരോ പോയിട്ട് അവരടുത്ത ക്ഷേത്രക്കാരോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് തടുത്താൽ മാത്രമേ നിൽക്കൂലൂ. കാരണം അവർ വന്ന് പിന്നെ രണ്ടാമത് തടുത്തു നിന്നു. ആദ്യം സാധാരണ നമുക്കൊരു സമ്പ്രദായമുണ്ട്, തടുത്ത് നിന്നാലും എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ പിന്നെ ആദ്യം പോയിട്ട് വീഴുന്നൊരു ഇതുണ്ട്. കർമ്മത്തിനല്ലേ പരീക്ഷ നല്ലല്ലോ, പരീക്ഷിക്കണോ? ഇങ്ങനെ അങ്കില്ലാതെ പ്രവേശിച്ചിരിക്കുന്ന ഭഗവാൻ അങ്കില്ലാതെ പരസ്പരത്ത് കാണാം അല്ലേ? പെട്ടെന്ന് കഴിയുകയാണ്, വലിയ താമസമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം കൂടെ ആയിട്ടാകുമ്പോൾ പിന്നെ വാറിനൊക്കെ പോകുമ്പോൾ കാലിൽ ശരിക്കും അറിയുന്നു, രക്തം എളിയിട്ട് കാണുന്ന നേരമാണ്. മറ്റു രാത്രി ഞാൻ കാണുന്നില്ലല്ലോ, ഈ ആരോടെയും വെച്ചിട്ടാൽ എൻ്റെ കാലനുസരിച്ച് കാണില്ല. അവസാനം ഇത് രക്തം അന്നേരം അളാൻ തുടങ്ങി. എളിയിട്ടാകുമ്പം പിന്നെ എങ്ങനെയുള്ള വാർണ വെച്ച് എന്നെ എടുത്തിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നു. ചുണ്ടമ്പരലിൻ്റെ ഞരവ് തലമുറത്തിൽ പോകുന്നുണ്ട് നമുക്ക് തന്നെ അറിയുന്നതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ചുണ്ടമ്പരൽ നഷ്ടപ്പെട്ടുകൊണ്ട് ആ കാലിന് തീരെ ഒരു പിന്നെ മുമ്പിലത്തെ പാദത്തിന് ബലമില്ല, വെച്ച് തല്ലും പോലെ നടക്കൽ. അങ്ങനെ കുറച്ച് കൊല്ലം കഴിയുമ്പോൾക്കൊണ്ട് മറ്റേ 2 വിരൽ തൊട്ട 2 വിരലിന് കൊഴുപ്പ് വന്നു. പിന്നെ അന്ന് സാമ്പത്തികമായിട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമായിട്ടെന്ന് പറഞ്ഞാൽ മുമ്പേ എനിക്കൊരു പിന്നെ ചെറിയൊരു പൊട്ടുണ്ടായിട്ട് ഒരു കണ്ണിൽ പെട്ടൊരു ഓയിൽമെൻറ്റ് വേറൊരാൾ തന്നിന്. അതിനെ കൊണ്ട് പുറത്തുനിന്ന് എനിക്ക് സുഖമായിട്ട് ഉണങ്ങി കാലിന് പൊട്ടിയെടുത്താണ്. അപ്പോൾ ഞാൻ ആ ഓയിൽമെൻറ്റ് ട്യൂബ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാനിതാക്കി രാത്രി പിന്നെ പീശാവത്തി അണച്ച് പോയി ലേശം മദ്യപിച്ചിട്ട് തന്നെയാണ്, നേരിട്ട് ചെയ്യാൻ കഴിയില്ല. ലേശം മദ്യപിക്കാൻ ഇതിന് കഴിച്ച് പിന്നെ കിഴക്കേ പറമ്പിൽ വീടില്ല, അവിടെ പോയി പിന്നെ സ്വന്തം തന്നെ മുറിച്ച് കെട്ടി പിന്നെ ഈ ഓയിൽമെൻറ്റ് പിറ്റേന്ന് രാവിലെ അനിയനോട് ഞാൻ പറഞ്ഞു തൃക്കരി പോയിട്ട് ഈ ഓയിൽമെൻറ്റ് മേടിച്ചോണ്ട് ഈ ട്യൂബ് കൊടുത്തിട്ടാണ് ഓയിൽമെൻറ്റ് മേടിച്ചോണ്ടിരുന്നത്. ആ ഓയിൽമെൻറ്റ് കൊണ്ടുതന്നെ പിന്നെ കാലിന് സുഖമായിട്ട് അത് ഉണങ്ങും ചെയ്തതിന് ഇപ്പോൾ ഇത്ര ഈ 10-35 കൊല്ലം വരെയും ആ മുറിച്ച വിരലിൻ്റെ യാതൊരു വിഷമം ഉണ്ടായിട്ടുമില്ല. ഒരു പൊട്ടോ എൻ്റെ വേറെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെയും ഡോക്ടർ നമുക്ക് ഈ പൊള്ളി വിരലിന് പിന്നെയും ഇടക്കിടക്ക് പിന്നെ പൊട്ടിക്കൊണ്ട് ഇതെല്ലാം അത് തൽക്കാലം ഡോക്ടർ പോകും മരുന്ന് പണിക്കും ഒക്കെ അങ്ങനെ ഉണങ്ങലാണ്. അല്ല ഡോക്ടർമാരെന്നെ എന്നോട് പറഞ്ഞ് ഉറക്കൊയ്യലും ഭക്ഷണം പിന്നെ കൃത്യസമയത്ത് വയറ് കായാൻ പാടില്ല, ഉറക്കൊയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആര് വിളിച്ചാലും ഉറക്കം ചെയ്യേണ്ടി വരുന്നു. സ്ഥിരമായിട്ട് ഉറക്കുകയും ഈ സീസണിൽ ഈ സമയത്ത് അതിൽ 10 ദിവസം കിട്ടും നമുക്ക് കിട്ടുമല്ലോ.
ആ സ്ഥലത്ത് അങ്ങനെ പോയിട്ട് അത് ചെയ്യും. പിന്നെ ഭക്ഷണം വയറുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ തെയ്യത്തിൻ്റെ കാര്യത്തിന് എവിടെ പോയാലും നമ്മുടെ സമയത്തിൽ ഭക്ഷണം ആവില്ല. രാത്രി 2 മണിക്കോ 3 മണിക്കോ അല്ല, ഉച്ചക്കകത്ത് 2-3 മണിക്കാവും. അങ്ങനെയൊന്നും കൃത്യസമയത്തൊന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയല്ലാന്ന് അങ്ങനെ വന്നിട്ടാകുമ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ പെട്ടെന്നൊരു തെയ്യിലെടുത്ത് പോയെടുത്താണ് ഈ പഴുപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. പിറ്റേന്ന് തന്നെ മംഗലാപുരം പോവുകയും ചെയ്തു. അവിടെ നിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു അത് ചെയ്യാൻ കൊണ്ടുവരുത്താന്ന്. പെട്ടെന്ന് BP കുറഞ്ഞു പറഞ്ഞു അവിടെ നിന്ന് 3 ദിവസം IC കൊണ്ട് കിടത്തി. ആ 3 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് കൂടി ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ അറ്റാക്ക് നിന്ന് വന്നു. പിന്നെയും 12 ദിവസം കിടത്തി. ആ 12 ദിവസം കൊണ്ടാണ് പഴുപ്പ് കയറിയെന്ന് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് പിന്നെ മുറിച്ചതോ ഒന്നും സംഭവം ഞാൻ അറിയുന്നില്ല. ഷുഗറില്ല. അവരെല്ലാം അത് പരിശോധിച്ചാൽ ഷുഗറോ പ്രഷറോ എല്ലാം നോർമല് മാത്രം. മറ്റ് പുകവലിൻ്റെ തന്നെ പറയുന്നത് ഇങ്ങോട്ട് ഞാൻ വരുമ്പോൾ ഡിസ്ചാർജ് വരുമ്പോൾ അസിസ്റ്റൻറ്റ് ഡോക്ടർ, ഒറിജിനൽ ഡോക്ടറല്ല, അയാൾ പറഞ്ഞു ഇനി പുകവലിക്കണ്ട എന്ന് അയാൾ പറഞ്ഞു. അതിന് ശേഷം പുകവലിക്കലുമില്ല. അതിന് മുമ്പ് ഏത് ഡോക്ടർക്ക് പോയിട്ട് പുകവലിക്കലുണ്ടോ എന്ന് ചോദിക്കലുണ്ട്, മദ്യപിക്കലുണ്ടോ ചോദിക്കലുണ്ട്. പുകവലിക്കലുണ്ട്, മദ്യപിക്കലുണ്ട് പറഞ്ഞ്. അത് ചെയ്യാൻ പാടില്ലെന്ന് ഒരു ഡോക്ടർ എന്നോട് അതുവരെയും പറഞ്ഞിട്ടുമില്ല. അന്നേ നിർത്തിയത്. പക്ഷെ അത് പറയാത്തതുകൊണ്ട് ഇതിനെക്കൊണ്ടില്ലായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഉറക്കൊയ്യുമ്പോൾ എല്ലാം ചില ലേശം രാത്രിയിൽ ലേശം മദ്യപിക്കാൻ നിൽക്കില്ല. പിന്നെ നമ്മളെ തെയ്യല്ല അങ്ങനത്തെ കതിരസം തെയ്യം, മുത്തപ്പൻ എല്ലാം കുടിക്കുന്ന തെയ്യം, കണ്ടനാറ് കേളൻ എല്ലാം കുടിച്ചാൽ മാത്രമേ അത് ഫലിപ്പിക്കാനും കഴിയൂ. അതിന് സഹകരിക്കുന്ന ആളടക്കം കുറച്ച് എടുത്തെങ്കിൽ അവർ അങ്ങനത്തെ ആക്കിയത് ഫലിപ്പിക്കാൻ കഴിയും. അങ്ങനെ അത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. പ്രോക്ലോ അക്കാദമിയിലെ അവർ വരുന്നുണ്ടായിരുന്നു. ഈ അക്കാദമിൻ്റെ അവർ വാർത്തയ്ക്ക് പോയിട്ട് അയാളെ കണ്ട് എൻ്റെ കടലാസ് അപേക്ഷയെല്ലാം കൊടുത്തിട്ട് അയാൾ പിന്നെ വിവരം കിട്ടി. ഇന്ന ദിവസം ഞാൻ കുണിയനൊക്കെ വരുന്നുണ്ട്, അത് സ്ഥലത്ത് വരണമെന്നാണ്. അന്നൊരു 3000 രൂപ കൊടുത്തു തന്നെ. പിന്നെന്തോ അവർ ഓറന്നെ എന്തോ എന്നിട്ട് എഴുതി അയച്ചിട്ട് 15,000 രൂപ പിന്നെ കിട്ടിയില്ല. മറ്റ് ഗവൺമെൻറ് ആനുകൂല്യമൊന്നും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാം സത്യം പറഞ്ഞപ്പോൾ 2 കൊല്ലമായി ഇപ്പോൾ ഇത് മുറിച്ചിട്ട്. ഇതുവരെ ഇതിൻ്റെ വികലാംഗ സർട്ടിഫിക്കറ്റ് പോലും ആയിട്ടില്ല. അപ്പോൾ തെയ്യം ഈ ക്ഷേത്ര ഈ കളിയാമ്പള്ളീൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആടെ വിളിക്കേണ്ട ആളുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ഈ പെരുങ്കൊല്ലനാണ് ഈ മേലേരീൻ്റെ അവകാശം ഉണ്ടാവില്ല, അവസാനത്തെ കരിയെടുക്കാൻ. ആ പെരുങ്കൊല്ലൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ആത്ത പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആയുധങ്ങൾ കടയാനുള്ള അവകാശം അയാൾക്കാണ് ഉണ്ടാവില്ല. അപ്പോൾ ആ കൊല്ലനാണ് ആ മേലേരിയിലെ കരിയെടുക്കാനുള്ള അവകാശം. തെയ്യം ഈ പ്രദക്ഷിണം അവസാനം വില്ലും ചിരികയും വാങ്ങി മേലേരിക്ക് പ്രദക്ഷിണം വന്ന് ആ മേലേരിയിൽ ഒരു മന്ത്രം ആടെ ചിരിക കൊണ്ട് കുറിക്കാനുണ്ട്. ആ മേലേരിയിൽ ആ ചിരിക കൊണ്ട് ആ മന്ത്രം എഴുതി കഴിഞ്ഞാൽ ആ മേലേരി കെടുക്കാനോ അല്ലെങ്കിൽ അതിൽ മണ്ണ് കൊത്തിയിടാനോ ഇല്ലേ അവകാശവും അധികാരമെല്ലാം ആ ക്ഷേത്ര കമ്മിറ്റി കൂട്ട് അതുപോലെ ഇയാൾക്കും ഈ കൊല്ലം സമുദായത്തിൽപ്പെട്ട അയാൾക്കും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ മേലേരീൻ്റെ ആ കെടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. അവിടുന്ന് ഇപ്പുറം വന്നിട്ടാണ് തെയ്യം കഴിയുന്നത്. അപ്പോൾ തെയ്യം ഇവിടെ വന്ന് അരിയെല്ലാം കൊടുത്ത് തെയ്യം കഴിയാനാകുന്ന സമയത്ത് ക്ഷേത്രക്കാരോട് ഒറ്റക്കോലം ചോദിക്കും, ഇനി അപ്പാന്ന് ഈ രൂപത്തിൽ ഈ തെയ്യത്തിനെ നിങ്ങൾ കെട്ടിയാടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ള രീതിയിൽ തെയ്യത്തിൻ്റെ ആ രീതിയിൽ തന്നെ മൊഴികൾ തെയ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഇച്ഛിക്കുന്ന കാര്യം, ചെറുമാനുഷന്മാരാണ് നിങ്ങൾ, കലിയുഗമാണ്, ആവിർഭവിച്ച് മറഞ്ഞു പോകുന്ന സകല ജഗത്തിനും ആധാരമായിരിക്കുന്ന സത്യചിത്താനന്ദമൂർത്തി സച്ചിദാനന്ദനാണ് ഈ ഭഗവാൻ. എന്ത് വ്യഥകളുണ്ടെങ്കിലും ഒക്കെ തീരണേ ഭഗവാനെ, ഗോവിന്ദ എന്ന് അമർത്തി വിളിക്കണം നിങ്ങൾ.
അപ്പോൾ അങ്ങനെ തെയ്യം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തെയ്യം കഴിഞ്ഞ് അണിയറയിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ ഒലി അയച്ചതിന് ശേഷം കാലും ഇതെല്ലാം അവർ തലയെല്ലാം നല്ലവണ്ണം തിരുപ്പിത്തരും. ഈ തലയുടെ ഇവിടെ ആ കൊണ്ടലി എന്ന് പറയുന്ന സാധനത്തിന് നല്ലവണ്ണം തല വെളിച്ചെണ്ണ ഇട്ടിട്ട് അവരൊരാൾ നല്ലോണം തല തിരുപ്പി തന്നാൽ തുണി കൊണ്ടൊന്നും മുഖത്ത് മായ്ക്കാൻ്റെ അധികാരം ഒറ്റക്കൊല്ലം കഴിഞ്ഞാൽ ഒരു തെയ്യക്കാരനുമില്ല. ക്ഷേത്രത്തിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങും, അത് മറ്റ് മായ്ക്കാൻ മാത്രമല്ലാതെ ഈ തെയ്യം കഴിഞ്ഞാൽ മുഖത്ത് മായ്ക്കാൻ ആർന്ന് മേടിക്കൽ പഴവും വെളിച്ചെണ്ണയാണ്. അപ്പോൾ പഴമാണ് ആദ്യം മുഖത്ത് പിന്നെ ഉരക്കൽ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ തീയിൽ വീണിട്ട് എവിടെയെങ്കിലും വല്ല പൊള്ളൽ ഉണ്ടെങ്കിൽ മുഖത്തിന് യാതൊരു രക്ഷയില്ലാതെയാണ് ഒറ്റക്കൊല്ലം കെട്ടിയാൽ. അപ്പോൾ അതുകൊണ്ട് മുഖത്ത് പഴം ആണ് ആദ്യം മുഖത്ത് വരച്ചിട്ടാണ് മുഖത്ത് മായ്ക്കൽ. ഒന്നല്ലേ ചോര നാഗള കൊത്യാലുമേ ഒന്നല്ലേ ചോര നാഗളെ കുപ്പായിൽ നട്ടോരോ വാഴ പഴമല്ലോ നിങ്ങളെ ദേവനെ പൂജ